ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഒരാഴ്ചത്തെ ആനുവൽ ലീവിന് സ്കോട്ട്ലൻഡിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു. ശ്യാമൽ സജികുമാർ പ്രസൻ്റാണ്. ജിപ്സ് അവിടെ റെഡി ആയിരിക്കുന്നു. ഞങ്ങളുടെ മമ്മി താഴെ പോയിരിക്കും കേട്ടോ. നേരത്തെ റെഡിയാവും എല്ലാവരെക്കാട്ടും മുന്നേ. പിന്നെ അക്സ അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ക്യാരവാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് 5 ഡേയ്സിലേക്ക്. ക്യാരവാനായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോണായും അവരുടെ ഹസ്ബൻഡും കടന്നു വരുന്നതാണ്. അവർ ഓൺ ദ വേ ആണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ ഡ്രൈവർ. ഹായ് ഡ്രൈവർ. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. ഷാമിൽ വീട് അവിടെ ഉണ്ട്. ഡ്രൈവേഴ്സ് അവിടെ ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ക്യാരവനിൽ പോകുന്നത്. അപ്പം എനിക്കറിയത്തില്ല. ഇപ്പോഴേ എനിക്ക് മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ടും കുറെ ക്യാരി ബാഗ്സ് എടുത്തിട്ടുണ്ട് വാള് വെക്കാൻ വേണ്ടിട്ട്. പിന്നെ കുറെ മുൻകരുതലുകളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മളെ ഫ്രീക്ക് ടീമാണ്. നമ്മള് വേറെ വൈബ് ടീമാണ്. നമ്മള് പൊളി ടീമാണ്. മഴയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് മഴയാണ്. ഇനി ഞങ്ങൾക്കൊരു 6 മണിക്കൂർ 36 മിനിറ്റ് ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട്. പുറത്തോട്ടിറങ്ങി ഇറങ്ങിയിട്ടാണ്. അതെങ്ങനെയാണ് അടിക്കുന്നത് നോക്കുന്നൊരു മഹാൻ. ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങളൊരു സ്റ്റാർബക്സ് കണ്ടു. പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് ചില്ലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചേഞ്ചായി ഗൈസ്. ഞങ്ങൾ അറിഞ്ഞില്ല. മറ്റേ ട്രെയിൻ ടയേർഡാന്ന് തോന്നുന്നു. ഞങ്ങളുടെ വണ്ടിയിൽ ഫീലിയാണേ.
ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. അന്നേരം വണ്ടിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ബഹളമൊക്കെ കേട്ടോ. വണ്ടിയിൽ തന്നെ നമ്മുടെ ഗ്യാസിൽ നമുക്ക് ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറിയൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അപ്പം ചോറ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓമന പറഞ്ഞേക്കുന്നത് ഒന്നും ചെയ്യത്തില്ല, വീട്ടിലെ ഞങ്ങളുടെ ഷെഫാണ്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ വേണം ബഹളാട്ടോ. സോറി. അപ്പം ഡ്രൈവർ ഇവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പുറത്തുനിന്ന് ഇറക്കിയ തീവ്രവാദി. അടിപൊളി അടിപൊളി. Happy birthday to you. Happy birthday, happy birthday, happy birthday, ഞങ്ങളപ്പം ഞങ്ങളുടെ ഡോണാപ്പിയുടെ ബർത്ത്ഡേ ആയിരുന്നു. സർപ്രൈസൊക്കെ ആക്കി കൊടുത്തു. ആൾ ഫ്രണ്ട് ഇരിക്കണം, ഒന്നും അറിഞ്ഞില്ല. ഞങ്ങൾ ബാക്കിലെന്നെല്ലാം സെറ്റ് ചെയ്ത്. ഇനി ഗ്ലാഡായിട്ടൊരു 1 hour കൂടെ ഉണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണാം. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 hours ഡ്രൈവൊക്കെ ചെയ്ത് ഗ്ലെൻകോ എത്തി. അപ്പം നമ്മൾ ക്യാമ്പ് സൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബെഡൊക്കെ ചെയ്തൊക്കെ ഒരു ഇതിലായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നാളെ രാവിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ ആയിട്ടോ. രാവിലെ എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണിത്. നമ്മൾ ക്യാമ്പ് സൈറ്റിൻ്റെ പാർക്കിങ്ങിലായിരുന്നു. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ ശരിയാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കിക്കേ. ഞങ്ങളുടെ കാരവാൻ രാവിലെ എണീറ്റത് അപ്പോൾ നമ്മൾ രാവിലെ ചായയൊക്കെ സെറ്റായിരുന്നു. നമ്മളാണെങ്കിൽ ഓൾറെഡി ഏത്തക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. അത് പുഴുങ്ങി. പിന്നെ മാഗി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞങ്ങൾ രാവിലെ വെന്നു റെഡിയായി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലത്തോട്ട്. എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകൾ. എനിക്ക് അറിയത്തില്ല ഇങ്ങനെ പറയണമെന്ന്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത്, നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. സ്കൈഫോൾ മൂവി ലൊക്കേഷൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജെയിംസ് ബോണ്ട് വന്ന് നിന്നൊരു സ്ഥലമാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കിനി അത് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ജസ്റ്റ് സൈഡിൽ നമ്മുടെ വിൻഡോ വ്യൂവിൽ ഇവിടെ കാണുന്ന ലൊക്കേഷനാണ് ഇതൊക്കെ കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്.
ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. നല്ല വെതറായിരുന്നു. എന്തായാലും ആ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. പിന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൗണ്ടൈൻ ആണ് ഗ്ലെൻകോ മൗണ്ടൈൻ. അപ്പം കുറച്ച് മഞ്ഞൊക്കെ ആയിട്ട് കിടക്കണം, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ഇല്ലാത്ത. ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് NC500 റോഡ് ട്രിപ്പിലെ ഫസ്റ്റ് ലൊക്കേഷനായ ആപ്പിൾ ക്രോസ് പാസിലോട്ടാണ്, അഥവാ ബെലാക് നബ എന്ന പ്ലേസിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷനായ ആപ്പിൾ ക്രോസിലേക്ക് നമുക്ക് പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആപ്പിൾ ക്രോസിലോട്ടാണ്. ഇനി ഒരു 3 മണിക്കൂർ 60 മിനിറ്റ് ഉണ്ട്. അപ്പം ഇടയ്ക്ക് നമ്മളൊന്ന് പെട്രോളൊക്കെ അടിച്ചു. നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് മ്യൂസിയൊക്കെ. ഭയങ്കര രസമാണ് കേട്ടോ. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ഉള്ള തണുപ്പുള്ളൂ, പക്ഷെ നമുക്ക് ഓക്കെ പക്ഷെ പ്രോപ്പർ സമ്മറായിട്ടൊന്നുമില്ല. വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഫോൺ വെച്ചുകൊണ്ടിരിക്കേണ്ടത്. നമുക്ക് എല്ലാം ഭയങ്കര അടിപൊളി വ്യൂ ആണ്. പിന്നെ ഈ റോഡ് സൈഡിലൊക്കെ വളരെ രസമായിട്ട് ആ പൂക്കളൊക്കെ അവർ ഈ നേച്ചറിനെ ഇത്രയായിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത് അറിയാം. സ്കോട്ട്ലൻഡിൽ വന്നവർക്കൊക്കെ അറിയാം. എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് സ്കോട്ട്ലൻഡിൽ. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏലിയൻ ഡോണൻ കാസിലോട്ടാണ്. അപ്പം നമ്മുടെ പോകുന്ന വഴിക്ക് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. നമുക്കവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മളൊരു ഡ്രോൺ പിക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ജസ്റ്റ് കവർ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്ത് പോവുക ചെയ്യുന്നത്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ലൈറ്റ് റൂം വില്ലേജ് പോലെ. ഗൈസ്, നമ്മൾ അവസാനം ആപ്പിൾ ക്രോസ് അല്ലെങ്കിൽ ബെലാക് നബ എന്ന മൗണ്ടൻ പാസിലെത്തി. ദ വ്യൂസ് ആർ അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആൻഡ് ബ്യൂട്ടിഫുൾ. UK തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെയർപിൻ കർവ്സ് ഒക്കെ ഉള്ള ഒരു സിംഗിൾ ട്രാക്ക് റോഡാണിത്. ക്യാരവാനായിട്ട് പോകുന്നവർക്ക് റിസ്ക് ആണ്. എന്ന് വെച്ചാൽ എതിരെ ഇപ്പോൾ വേറൊരു വണ്ടി വന്നാൽ നമുക്കതിന് അല്ലെങ്കിൽ അതിനെ പാസ് ചെയ്ത് പോകാൻ വളരെ പാടായിരിക്കും. അടിപൊളി വ്യൂസാണ് മുകളിൽ എത്തുമ്പോഴേക്കൊക്കെ. ഈ ഹെയർ പിൻ കർവ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ ഇത്രയും കയറ്റമൊക്കെ ചെന്ന് കയറുമ്പോൾ നമുക്ക് ഐൽ ഓഫ് സ്കൈയുടെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ സീ ഫുഡ്, സാൻഡ് ബീച്ചൊക്കെ വേറെ എക്സ്പീരിയൻസ് ആട്ടോ. അഡ്വെഞ്ചറസും ഡ്രൈവിങ്ങും ഇഷ്ടമുള്ളവർക്കൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു റോഡ് ട്രിപ്പാണിത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആപ്പിൾ ക്രോസ് മൗണ്ടൻ പാസിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 11.4 മൈൽസ് ആണ്. അതായത് ടോട്ടൽ ഒരു 18 കിലോമീറ്റേഴ്സ്. പിന്നെ വെറും 5 മൈൽ കൊണ്ട് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2053 ഫീറ്റ് ഉയരത്തിലേക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് കയറുന്നത്. ഇത്രയും കുറഞ്ഞ മൈലുകൾക്കുള്ളിൽ ഇത്രയും വലിയൊരു ഉയരം കയറുന്നത് കൊണ്ട് തന്നെ UK തന്നെ വൺ ഓഫ് ദ സ്റ്റീപ്പസ്റ്റ് അഥവാ ഏറ്റവും കുത്തനെയുള്ള റോഡായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. ഫൈനലി നമ്മൾ ആ 11 മൈൽസ് കവർ ചെയ്ത് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ പാസ് ചെയ്ത് വന്ന ആ വളഞ്ഞ റോഡുകളൊക്കെ കാണാം. നമ്മൾ
നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇനി നമ്മൾ പോകുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം നമ്മളെവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ സെറ്റാക്കണം. നമ്മൾ തന്നെ കുക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അതിനുള്ള പാർക്കിംഗ് സ്പേസിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഞങ്ങൾ ചിക്കനും റൈസും ഉണ്ടാക്കാൻ പോയി. ഇന്നത്തെ ലഞ്ച് ഇപ്പോൾ കഴിക്കാനൊരു 3 മണിയൊക്കെ ആയി. സമയം കിട്ടിയില്ല. ലഞ്ച് പ്രിപ്പറേഷനാണ് ഗൈസ്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ ക്യാമ്പ് സൈറ്റിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ഗെയിംസൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്യാമ്പ് സൈറ്റിലൊക്കെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഗ്രില്ലൊക്കെ അടിക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ചിൽ വൈബ്. ഇനി ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 3-ാമത്തെ ദിവസം രാവിലെ ആയിരിക്കുകയാണ്. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി, പുട്ട് പുഴുങ്ങാൻ വേണ്ടി നമ്മൾ പൊടിയൊക്കെ സെറ്റാക്കി. ഇത്രയും ശബ്ദത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നൊരു കഴിവേ. ഹായ് ഗൈസ്, നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മളിനി പോകുന്നത് അഡ്ര കാസിലോട്ടാണ്. 1490 പണിത ഈ കാസിൽ ഇന്നും പൂർണ്ണമായി തകർന്ന നിലയിലാണുള്ളത്. അപ്പോൾ ഈ തടാകത്തിന് നടുവിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ മൺതിട്ടയിലാണ് ഈ കോട്ടയുള്ളത്. NC വായൻ്റെ റോഡ് ട്രിപ്പിൽ പോകുന്ന യാത്ര ചെയ്യുന്ന ആരും മിസ് ചെയ്യാത്തൊരു ലൊക്കേഷനാണിത്. ഇവിടെ വന്ന് ഈ തകർന്ന ചുവരുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. പിന്നെ ഇതിന് പുറകിൽ എന്തോ പ്രേതകഥകളൊക്കെ ഉണ്ടെന്ന് ഇവർ പറയുന്നു. പിന്നെ നമുക്കിങ്ങോട്ട് പോകാനുള്ള എൻട്രി വളരെ സൗജന്യമാണ്. കാർ പാർക്ക് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ്സ് നടന്നാൽ മതി നമുക്ക് കോട്ടയുടെ അടുത്തേക്ക് എത്താൻ. പിന്നെ നല്ല വ്യൂ ആണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ജസ്റ്റ് അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, പക്ഷെ അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ഒളിഞ്ഞിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. വെയിലിംഗ് വിഡോ ഫോൾസ്. ഇതിൻ്റെ പേരിൽ ഭയങ്കര സാഡായിട്ടുള്ളൊരു കഥയൊക്കെ ഉണ്ട്. ഏകദേശം 100 ഫീറ്റ് ഉയരത്തിൽ നിന്നാണ് വെള്ളം കുത്തനെ താഴോട്ട് പതിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടത് നല്ല ബൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ നടക്കേണ്ടത് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ചെറിയ അരുവിയിലൂടെയും കല്ലുകളിലൂടെയും നടന്നുകൊണ്ട് നമ്മളിതിൻ്റെ മുന്നിലെത്താൻ. കാർ പാർക്ക് ചെയ്യാൻ നമുക്കിവിടെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അഡ്രോ കാസിൽ നിന്നും വേറെ 5 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. NC 500 റൂട്ടിലാണ് ഇതുള്ളതെങ്കിലും നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. നല്ല ഉള്ളിലേക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഹിഡൻ ജെമ്മായിട്ട് കാണാം. ഈ പേരിന് പിന്നിൽ ഭയങ്കര സാഡായിട്ടുള്ളൊരു കഥയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, വെയിലിംഗ് വിഡോ ഫോൾസ്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ള ഒരു വേട്ടക്കാരൻ മലമുകളിൽ നിന്ന് അബദ്ധത്തിൽ കാൽ വഴി താഴേക്ക് വീണ് മരിച്ചു. അപ്പോൾ ഈ വിഷമം താങ്ങാൻ കഴിയാതെ അയാളുടെ ഭാര്യയും
ഈ സെയിം മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അപ്പം അങ്ങനെയുണ്ടായ ആ വിഡോയുടെ കരച്ചിലിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ വെള്ളച്ചാട്ടത്തിന് വെയിലിംഗ് വിഡോ അല്ലെങ്കിൽ കരയുന്ന വിധവ എന്ന് പേര് കൊണ്ടിരിക്കുന്നത്. ഡെർണസ് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ നമുക്ക് സാഗോ സാൻഡ്സ് എന്നൊരു ബീച്ചുണ്ട്. ഇവിടെ വരുമ്പോൾ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. സമ്മറാണെന്ന് കരുതി ആരും ജാക്കറ്റൊന്നും എടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ ബീച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള വലിയ പാറക്കെട്ടുകളും കുന്നുകളുമാണ്. അപ്പോൾ ഈ കുന്നിൻ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ആക്ച്വലി ഏറ്റവും അടിപൊളി. നമുക്ക് വാവെന്ന് തന്നെ പറയാൻ പറ്റും. കേരളത്തിലെ ബീച്ചുകളൊക്കെ കണ്ട് ശീലിച്ച് നമുക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. എന്ന് വെച്ചാൽ ഈ കരീബിയൻ ദ്വീപുകളിലെ പോലെ ഇത്രയും ക്ലിയർ ആയൊരു നല്ല ബ്ലൂ വാട്ടറും പൗഡർ പോലെ ഇങ്ങനെ വെളുത്ത മണലായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നിപ്പോകും. പിന്നെ കാണുന്ന പോലെ അത്രയും തണുപ്പ് കുറവെന്ന് വിചാരിക്കേണ്ട. ഐസ് പോലെ നല്ല തണുത്ത വെള്ളമാണ് ഉള്ളത്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അവിടെ പോയിട്ട് പെട്ടെന്ന് നമ്മൾ കയറുമായിരുന്നു. അത്രയ്ക്ക് നല്ല തണുപ്പാണ്. ഡെർണസിൽ പോകുന്നത് നിർബന്ധമായും കാണേണ്ട രണ്ടാമത്തെ സ്ഥലമാണ് സ്മോക്ക് കേവ്. അപ്പം ഇതൊരു നാച്ചുറൽ ഗുഹകളിലൊന്നായ ഒരു കേവാണ് ആക്ച്വലി. പക്ഷെ അതിന് മുന്നേ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കി പോവുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ടർക്കിഷ് കെബാബ് കിട്ടുന്ന സ്ഥലം നമ്മൾ കണ്ടു. അവിടേക്ക് ഇപ്പം നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് ബർഗർ ആക്കാമെന്ന് കരുതി. ഒരാൾ മാത്രം ഫിഷ് ആൻഡ് ചിപ്സൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ചിക്കൻ ബർഗർ കഴിക്കുക. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വേണം നമുക്കിനി സ്മോക്ക് കേവ് കാണാൻ പോവാം. അപ്പം നമ്മൾ മുകളിൽ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്മോക്ക് കേവിലോട്ടുള്ള സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ എത്തി കേട്ടോ. എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും നാളും പോയ സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. നമ്മൾ അതിൻ്റെ അകത്ത്, ഈ ഗുഹയുടെ അകത്ത് ആക്ച്വലി നേച്ചറായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കത് കാണാൻ പറ്റും. ഓൾറെഡി അവിടെ അടിപൊളിയാക്കി അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ അത് അവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തിട്ട്. അപ്പം നമുക്കതിൻ്റെ വ്യൂ കാണാം. ഇതൊരു സാധാരണ ഗുഹയല്ല കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് പോകുമ്പോഴായിരിക്കും നമുക്കൊരു വെള്ളച്ചാട്ടം കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. പിന്നെ കടൽ വെള്ളവും നമ്മുടെ നല്ല പ്യുവർ വാട്ടറില്ലേ, അത് ഒരുപോലെ ഒഴുകിയെത്തുന്നൊരു സ്ഥലമാണിത്. നമുക്ക് എൻട്രി ഒരു ഫീസും ഇല്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആ പുറത്തുനിന്നുള്ളൊരു വ്യൂ കണ്ടോ, നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഉണ്ട്. അപ്പം ആ ഒരു ചെറിയൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൂടെ നടന്നാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ. അപ്പം തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, എന്തുവാ ഇതിൻ്റെ അകത്ത്, എങ്ങനെ അതിൻ്റെ വെള്ളച്ചാട്ടം ഇരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് കാണാൻ പൈസയൊന്നും കൊടുക്കണ്ട. പക്ഷേ വേറൊരു ബോട്ട് ടൂർ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊരു ചെറിയ ടിക്കറ്റ് എടുക്കണം. അപ്പം നമ്മളത് ട്രൈ ചെയ്തില്ല. പിന്നെ മഴ പെയ്യുമ്പോൾ ഈ ഗുഹയ്ക്കുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് ഭയങ്കരമായിട്ട് കൂടും. ചിലപ്പോൾ ബോട്ട് ടൂറൊക്കെ അവർ
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ജോണോ ഗ്രോഡ്സിലേട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ പാട്ടും കച്ചേരിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിതൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ ഇച്ചിരി ടയേർഡായിപ്പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവേഴ്സ് ഇങ്ങനെ മാറി മാറി കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ, കമൻറ്റ് അറിയിച്ചേക്കാം. ഫൈനലി ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ് സ്കോട്ട്ലൻഡിലെ അല്ലെങ്കിൽ UK തന്നെ ഏറ്റവും ഫേമസ് ആയ അറ്റത്ത് ജോണോ ഗ്രോഡ്സ്. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നൊരു വാചകമുണ്ട്, ലാൻഡ്സ് എൻഡ് ടു ജോണോ ഗ്രോഡ്സ്. അതായത് ബ്രിട്ടൻ്റെ ഏറ്റവും തെക്കേ അറ്റം മുതൽ ഏറ്റവും വടക്കേ അറ്റം വരെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ബ്രിട്ടൻ ദ്വീപിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വില്ലേജിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ വന്നാൽ ആരും മിസ് ചെയ്യാത്ത ഒന്നാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സൈൻ പോസ്റ്റ്. ആക്ച്വലി ഇതിൽ പല രാജ്യങ്ങളിലേക്കുള്ള കിലോമീറ്ററുകളും മൈലുകളൊക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അവർ ന്യൂയോർക്കിലേക്കുള്ള എത്ര ദൂരം, എഡിൻബർഗിലോട്ട് എത്ര ദൂരം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ ഏതൊരു ട്രാവലറുടെയും വലിയൊരു ഡ്രീമാണ്. നമ്മളും ആ ഡ്രീം ഇന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പിലോട്ട് കയറി. ആകെ ആ ഒരു ഷോപ്പ് മാത്രം ഓപ്പൺ ആയിരുന്നുള്ളൂ. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങി. കോഫിയൊക്കെ കുടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഓൾമോസ്റ്റ് ഞങ്ങളൊരു 5 o'clock ഇങ്ങനെ അവിടെ എത്തിയത്. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആയിരുന്നു. ഡങ്കൻ സ്പീസ് സ്റ്റാക്സ് എന്ന് പറയുന്ന ജോണോ ഗ്രോഡ്സിന് തൊട്ടടുത്ത് കാണുമ്പോൾ ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ജോണോ ഗ്രോഡ്സ് വന്നിട്ട് പലരും കാണാതെ പോകുന്ന യഥാർത്ഥ ക്ലൈമാക്സ് വ്യൂ ആക്ച്വലി ഇതാണ് കേട്ടോ. അന്നേരം നമ്മൾ നേരത്തെ കണ്ട ജോണോ ഗ്രോഡ്സിൻ്റെ അടുത്ത് നിന്ന് വെറും 2 miles ഡ്രൈവ് ചെയ്താൽ മാത്രം മതി നമുക്കവിടെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്താം. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ മാജിക്ക് കാണണമെങ്കിൽ ഈ പുൽമേടുകളിലൂടെ നമ്മളൊരു 10 മിനിറ്റ് മുന്നോട്ട് നടക്കണം. നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഈ വലിയ കടൽപ്പാറകൾ കാണുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ പാസ് ചെയ്യുന്നൊരു വലിയ ഇടുക്കായ ഒരു താഴ്വരയുണ്ട്. ഇതിനെയാണ് നമ്മൾ ജിയോ ഓഫ് സ്കെയിൽസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു വലിയ പിളർപ്പാപ്പം. ഇതിൻ്റെ താഴെ കൂടെ നമുക്ക് നോക്കുമ്പം ആയിരക്കണക്കിന് കടൽ പക്ഷികളൊക്കെ ഇരിക്കുന്നത് കാണാം. അത് നമുക്ക് പ്രാവ് പോലെ തോന്നും. പ്രധാനമായി 2 കൂറ്റൻ പാറകളാണ് കടലിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ബാക്കി എല്ലാവരും ടയേർഡാണ്ട് ആരും വരുന്നില്ല എന്ന് പറഞ്ഞവർ ചായയൊക്കെ ഇട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഈ പാറകൾക്ക് മുന്നിൽ കാണുന്ന ആ കടലില്ല, അതാണ് പെൻലൻഡ് ഫെർത്ത്. അറ്റ്ലാന്റിക് സമുദ്രവും നോർത്ത് സീയും തമ്മിൽ മുട്ടുന്ന ഇടമാണിത്. ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായ അടിയൊഴുക്കുകളും വലിയ തിരമാലകളും ഒക്കെ ഉള്ളൊരു കടലാണ്. അതുകൊണ്ട് തന്നെ ഈ പാറകൾക്ക് ഇത്രയും ഷാർപ്പായിട്ടുള്ളൊരു ഷേപ്പൊക്കെ കിട്ടിയത്. നിങ്ങൾക്കൊരു കിടിലൻ സിനിമാറ്റിക് ഷോട്ട് വേണമെങ്കിൽ രാവിലെ സൺറൈസ് സമയത്തോ വൈകുന്നേരമൊക്കെ ഇറങ്ങാം. നല്ല ഈ സ്വർണ്ണ വെളിച്ചമൊക്കെ ഇങ്ങനെ അടിക്കുമ്പോഴത്തേനും കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഗെയിം ഓഫ് ത്രോൺസിലും മറ്റേ മൂവിയിലൊക്കെ പോയൊരു ലൊക്കേഷൻ നമുക്ക് തോന്നും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ വരുന്ന ആരും ഇത് മിസ് ചെയ്യാൻ പാടില്ല. നമ്മളത് കഴിഞ്ഞിട്ട് വന്ന ചായയൊക്കെ കുടിച്ച് അവർ ചായ ഓൾറെഡി ഇട്ട് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ വ്യൂ ഒക്കെ ആസ്വദിച്ചൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ലൊക്കേഷനിലാണ്, കാസിൽ സിൻക്ലെയർ ഗിർനിഗോ. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ നമുക്ക് സ്പേസ് ഉണ്ട്. അത് നമ്മൾ ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. അറ്റ്ലാന്റിക് കടലിലേക്ക് കുത്തനെ തള്ളി നിൽക്കുന്ന കൂറ്റൻ പാറക്കെട്ടുകളുടെ ഏറ്റവും അറ്റത്താണ് ഈ കാസിൽ പണിതിരിക്കുന്നത്. താഴോട്ട് നോക്കിയാൽ ശരിക്കും നമുക്ക് പേടിയൊന്നും തലകറങ്ങുന്ന ആഴവും ശക്തമായ തിരമാലകളൊക്കെയാണ്. അപ്പോൾ 15th സെഞ്ച്വറിയിലാണ് ഈ പ്രശസ്തമായ സിൻക്ലെയർ കാസിൽ നിർമ്മിച്ചത്. യഥാർത്ഥത്തിൽ 2 കോട്ടകളുണ്ടായിരുന്നു, കാസിൽ ഗിർനിഗോയും പിന്നീട് കാസിൽ സിൻക്ലെയറും. രണ്ടും കൂടെ ചേർന്ന് അവർ ഒറ്റ പേരാക്കി മാറ്റിയതാണ് പിന്നെ ചെയ്തത്. ഇതിന് വേറൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഡങ്കൻ എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്ക് വളരെ ഇരുണ്ടൊരു ചരിത്രമുണ്ട്. അപ്പം ഇവിടുത്തെ 4th ഏൾ ആയിരുന്ന ജോൺ സിൻക്ലെയർ സ്വന്തമായി തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നൊക്കെ സംശയിച്ച് അവനെ ഈ കോട്ടയിലെ ഒരു വലിയ അറയിൽ പൂട്ടിയിട്ട് വെറും ഉപ്പുമീ മാത്രം കൊടുത്ത് തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത 7 വർഷം മകനെ അവിടെ പീഡിപ്പിച്ചു. ഒടുവിൽ ദാഹിച്ചും ഭ്രാന്ത് പിടിച്ചും ആ മകൻ അവിടെ കിടന്ന് മരിച്ചു. ആ ക്രൂരതയുടെ കഥകൾ ഇന്നും ഈ ചുവരുകളിലുണ്ടെന്നാണ് അവർ പറയുന്നത്.
ഈ കോട്ടയിലേക്ക് പണ്ട് കാലത്ത് കയറാൻ ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ, ഡ്രോ ബ്രിഡ്ജ് എന്ന് പറയും. അപ്പോൾ ശത്രുക്കളൊക്കെ ആക്രമിക്കാൻ വന്നാൽ ഈ പാലം അവർ ഉയർത്തും, പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആർക്കും കടക്കാൻ പറ്റില്ലാത്ത പോലെ. അപ്പം ആ എൻജിനീയറിങ് നമ്മളത് ഓർക്കും, എൻ്റെ ദൈവമേ, ആ എൻജിനീയറിങ്ങിൻ്റെ കാര്യമൊക്കെ ഓർത്താൽ ഭയങ്കരമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണത്. പണ്ട് കാലത്ത് ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുന്നത് ഭയങ്കര അപകടമായിരുന്നു, കാരണം ഏത് സമയത്തും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ സിംഗ്ലർ കാസിൽ ആക്ച്വലി ക്ലാൻ സിംഗ്ലർ ട്രസ്റ്റ് ഇത് ഏറ്റെടുത്ത വിസിറ്റേഴ്സിനൊക്കെ നടക്കാൻ പാകത്തിന് അടിപൊളി ഒരു വുഡൻ ബ്രിഡ്ജും സ്റ്റെപ്പുകളൊക്കെ സെറ്റായിരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ ആക്ച്വലി നല്ല രസമാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ സേഫായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. എൻട്രി അവരിപ്പോഴും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം അച്ഛൻ വെള്ളം കൊടുക്കാതെ കൊന്ന മകൻ ജോൺ സിംഗ്ലർ, അയാളുടെ ആത്മാവ് ഇന്നും ഈ കോട്ടയുടെ അവശിഷ്ടങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ചില രാത്രികളിൽ കടൽക്കാറ്റിനൊപ്പം ദീനരോധനമൊക്കെ കേൾക്കാറുണ്ടെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ തകർന്ന ചുവരുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ നമുക്കും ശരിക്കും ഒരു തണുപ്പും ഒക്കെ അനുഭവപ്പെടും. ഇനി അവിടെ കാറ്റുള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്നിട്ട് ഇറങ്ങി വന്നു. നമുക്ക് തിരിച്ചും അതേപോലെ നടക്കാനുണ്ടല്ലോ നമ്മുടെ പാർക്കിംഗ് സ്പേസിലോട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും വ്യൂവും ഇത്രയും അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ടും ഞങ്ങളുടെ മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഷീപ്പിനെ കേട്ടോ. അതിനെ കണ്ടപ്പോൾ അതിനെ തൊടണം, അതിനോട് വർത്തമാനം പറയണം, കൂടെ വരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മോളെ എന്നൊക്കെ വിളിച്ച്, അതും ഇങ്ങനെ നിൽപ്പുണ്ട് സുഖിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു ഓമനെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി നമ്മൾ ക്ഷീണിച്ചു. നമുക്ക് വിചാരിച്ചതിലും അധികം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമ്പ് സൈറ്റിലോട്ട് പോവാം. വിക് റിവർ ക്യാമ്പ് സൈറ്റിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ നമുക്കവിടെ സ്റ്റേ അടിച്ച് ഫുഡൊക്കെ സെറ്റാക്കാനുള്ള കാര്യമൊക്കെ നോക്കണം. അടിപൊളി ക്യാമ്പ് സൈറ്റായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. അതിൻ്റെ അടുത്തൊക്കെ ഒരു റിവറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങളുടെ വൈകിട്ടത്തെ ഡിന്നറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് കൊണ്ടുവന്ന ചിക്കൻ നമുക്ക് രണ്ടാമത്തെ ദിവസത്തേക്ക് നമ്മൾ ആക്കി. അപ്പം ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു, വർത്താനൊക്കെ പറഞ്ഞു. നല്ല ടയർഡാണ് എല്ലാവരും, നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ട് കഴിച്ചു. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം ഗൈസ്. സീ യു. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി സ്ഥലത്തേക്ക് പോവാം കേട്ടോ. പിങ്ക് ഹൗസിലേക്ക് നമ്മൾ പോവാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഭയങ്കര എക്സൈറ്റഡായി. പിങ്ക് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഇതിലൊക്കെ. അപ്പം ഇനി അങ്ങോട്ടേക്ക് പോവാം, പിങ്ക് ഹൗസ് കണ്ടിട്ട് വരാം. വായോ. നമ്മൾ പിങ്ക് ഹൗസിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ പോകുന്ന വഴി നല്ല ദൂരം ഉണ്ടായിരുന്നു, കുറച്ച് ഉള്ളിലോട്ടാണ് പോകേണ്ടത്. അന്നേരം നമുക്ക് ഫോട്ടോ എടുക്കാമെന്നുള്ള ഇതിലൊക്കെ നമ്മൾ ഇരിക്കുക. പക്ഷെ നമുക്ക് ഇടയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്ക് വഴിയൊക്കെ തെറ്റി. അപ്പോൾ ഞങ്ങൾ ഈ കാണിക്കുന്ന വഴി നോക്കണ്ട. പിന്നെ നമ്മളവിടുത്തെ അവരോടൊക്കെ ചോദിച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയത്. ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഞാൻ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി പിങ്കിന് ചേരുന്ന വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ടായി ഞാൻ വന്നിട്ടുണ്ട്. കമൻ്റൊക്കെ പാസ്സാക്കുന്നുണ്ട് കേട്ടോ പുറകിൽ. അല്ലെങ്കിൽ നമ്മളെവിടെ നിർത്താനാ, അവരെ തന്നെയല്ല എവിടെ നിർത്തുന്നത്. ശരിക്കും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഇങ്ങനെ ഒരു പിങ്ക് ഹൗസ് ഇവിടെ ഉണ്ടോയെന്ന് തന്നെ നമുക്ക് ആലോചിച്ച് പോയി. ഗൂഗിൾ നന്നായി പിന്നെ നമ്മളെ തെറ്റിക്കുമല്ലോ, അതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ വന്നായിരുന്നു. പക്ഷേ നല്ല രസം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സൈഡിൽ കുറേ പുഴകളും കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ കാണുമ്പോൾ. പക്ഷെ ഞങ്ങൾ ദൂരെ നിന്ന് തന്നെ നോട്ടീസ് ചെയ്തു കേട്ടോ. ആ പിങ്ക് ഹൗസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ പിങ്ക് ഹൗസ് കണ്ടതിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ നടന്നു നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു അവിടുന്ന്. നമുക്ക് വണ്ടി അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു, അവിടെ എന്തോ പണിയൊക്കെ നടക്കുക. പിന്നെ വേറെ വഴി വരാനുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം നമ്മൾ പോയ വഴി അതുകൊണ്ട് നമ്മൾ കാണിക്കാത്ത വഴി കൂടെ ആരും വരാതിരിക്കാൻ ഇനി ആഗ്രഹിക്കുന്നവർ. അപ്പോൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മഴയൊക്കെ പെയ്യാറായി, നല്ല കാറ്റും മഴയൊക്കെ ആയി വരുന്നുണ്ട്.
ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് ഓക്കെ ആവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരും അവിടെ എത്താറാകുമ്പോഴത്തേനും. എന്നാലും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ദൂരെ നിന്ന്. നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ ദൈവമേ, അടിപൊളി. നമ്മൾ ഈ AI പിക്ചറൊക്കെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു ആക്ച്വലി. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പിങ്ക് ഹൗസൊക്കെ അടിപൊളിയായിരുന്നു. അവിടുന്ന് വരാനേ തോന്നിയില്ല. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത്, ശരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു വീട്, അതിൻ്റെ അടുത്തൊരു റിവർ, അങ്ങനെയൊക്കെ. ഇനി ഞങ്ങൾ പോകുന്നത് NC500 ലാസ്റ്റ് സ്റ്റോപ്പായ ഇൻവേർനസിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണത്തെ പോലെ അറിയാലോ, നമുക്ക് പിന്നെ വിശന്നു. നമ്മൾ പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ചു. നമ്മൾ പയറും സാമ്പാറും ചോറൊക്കെ ആയിട്ട് ഒരു പിടി പിടിച്ചു. അങ്ങനെ എല്ലാവരും കഴിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇൻവേർനസിലോട്ട് പോകുന്ന വഴി കണ്ടതാട്ടോ, നമ്മൾ റോഡ് സൈഡിൽ കണ്ടതാണ്. അൽപ്പാക്ക എന്നാണ് ഈ ആനിമലിൻ്റെ പേര്. സ്കോട്ട്ലൻഡിൽ മാത്രം അങ്ങനെ കാണുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മളവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു. റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു. നല്ല രസമല്ലേ കാണാൻ, നല്ല സോഫ്റ്റ് മുടിയും ക്യൂട്ടാണ്. ഇൻവേർനസിൽ നിന്നും 30 മിനിറ്റ് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു റിവറാണ് ലോക്ക്നെസ്. ആ ലോക്ക്നെസ്സിൽ നമ്മൾ ആരും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു റിവറാണ്. ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം എന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ സർപ്പം താമസിച്ചിരിപ്പുണ്ടെന്നും അത് ഇടയ്ക്കിടയ്ക്ക് തല പൊക്കും. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ലോകത്തിലെ പല സ്ഥലങ്ങളിലും ആൾക്കാർ വരാറുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന ആരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു അട്രാക്ഷനാണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് ആ ലോക്ക്നെസ് റിവർ. പിന്നെ നമ്മളിനി നമ്മുടെ NC500 റോഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിനി നേരെ എഡിൻബർഗിലോട്ട് പോവാം. നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്കവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടു, അങ്ങോട്ടേക്ക് പോവാം. നമ്മളപ്പം മക്കാനി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ തന്നെ നമുക്ക് കാണാം അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ലൈറ്റിങ്സും അകത്തിരിക്കാനുള്ള സ്പേസൊക്കെ അടിപൊളി. പിന്നെ നമ്മൾ മെനുവിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക, കൺഫ്യൂസ്ഡായി ഭയങ്കരമായിട്ടും. പക്ഷെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ഞങ്ങൾ അൽഫാം, ഫിഷ് ഫ്രൈ, പഴംപൊരി, കപ്പ, മീൻകറി, ബീഫ് ഫ്രൈ, പുട്ട്, ചിക്കൻ കറി, അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. നിങ്ങൾ എഡിൻബർഗിൽ വരുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആട്ടോ. എന്തായാലും ട്രൈ ചെയ്തിട്ട് പോകണം. നല്ലതായിരുന്നു. അവരുടെ സ്റ്റാഫിങ്, സർവീസ്, ഹോസ്പിറ്റാലിറ്റി എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വയറും മനസ്സൊക്കെ നിറഞ്ഞ് തിരിച്ച് ലണ്ടനിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് നമ്മൾ സ്കോട്ട് മോണുമെൻ്റ് കണ്ടത്. ഇവിടുന്ന് ഒരു 15 hours ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തിരിച്ച് സങ്കടത്തോടെ ആണെങ്കിലും യാത്ര ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ സ്കോട്ട്ലൻഡ് കഴിഞ്ഞു ഗൈസ്. ഇംഗ്ലണ്ട് ബോർഡറിലോട്ട് നമ്മൾ കയറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ടയർഡായപ്പോൾ നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി സർവീസിൽ കയറി. പിന്നെ ഡ്രൈവർക്ക് ഉറക്കം വരാതിരിക്കാൻ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ പിന്നെ സംസാരം ഒന്ന് തുടങ്ങി. സംസാരിച്ച് ഞങ്ങൾ ഇനി 4 മണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പം കോഫിയൊക്കെ കുടിച്ചൊന്ന് ചൂടാവാനൊക്കെ പറ്റും. ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ഉണർന്ന് തന്നെ ഇരിക്കുകയാണ്. ഓവർനൈറ്റ് ഫുള്ളപ്പം ഞങ്ങൾ ഡ്രൈവിംഗ് ആയിരുന്നു. 3 പേര് മാറി മാറി വണ്ടിയൊക്കെ ഓടിച്ചു. പിന്നെ നല്ല രസമായിരുന്നു. ട്രിപ്പിൻ്റെ ഹാങ് ഓവർ ആയിരുന്നു എല്ലാവരും. അങ്ങനെ 7 മണിയായപ്പം ഞങ്ങൾ ഗ്രേറ്റ് ഡൺമോ എത്തി. അങ്ങനെ ഞങ്ങൾ ക്യാമ്പർ വാൻ ക്ലീനൊക്കെ ചെയ്തിന് തിരിച്ചു കൊടുക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായ ഒരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്ന ട്രിപ്പ് ആദ്യമായിട്ടായിരുന്നു. ഏകദേശം 1630 മൈൽസ്, 38 hours ഓഫ് ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു. ടോട്ടൽ 5 days ആയിരുന്നു എടുത്തത്. ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങളുടെ സ്ട്രെസ്സും എല്ലാം മറന്ന് സ്കോട്ട്ലൻഡ് ഞങ്ങൾ അടിപൊളിയായിട്ട് റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്തു. See you on the next trip. Bye guys.